തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞ് വാദപ്രതിവാദം നടത്തുന്നത് പതിവാണ്. പക്ഷെ സമനിലയെക്കുറിച്ചും പേടിത്തൊണ്ടെന്നും പറഞ്ഞ് വാദപ്രതിവാദം നടത്തുന്നതാണ് ഇവിടത്തെ ഒരു രീതി. ഏതെങ്കിലും അണികളായിരിക്കില്ലേ എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി. ഈ യുദ്ധം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലാണ് മക്കളെ. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും സാധാരണ നേതാക്കൾക്ക് കോൺഫിഡൻസ് കൂടിയല്ലേ വരിക. പക്ഷെ സതീശ് ചേട്ടന്റെ കാര്യം നേരെ തിരിച്ചാണ്. ഈയിടെയായിട്ട് ഭയം പിടികൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ല അതില്ല. അല്ല, കുറച്ച് ദിവസം മുന്നേ വരെ ജയിക്കണ കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നില്ലേ മൂപ്പർക്ക്? ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് 20ൽ 20 സീറ്റും നേടി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം നേടും എന്നത്. രണ്ടാമത്, ദേശീയതലത്തിൽ വിസ്മയകരമായ മാറ്റങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. വിസ്മയായിരിക്കും, വിസ്മയം. 20 സീറ്റും കോൺഗ്രസ് എടുക്കുന്ന നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടായിരുന്ന ടീംസാണ്. എന്താ പറ്റിയെന്നറിയില്ല, പെട്ടെന്നൊരു മാറ്റം. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് സീറ്റ് ഏതാണെന്നും ചോദിക്കരുത്, അത് ഒരു രാഷ്ട്രീയ നേതാവും പറയും. 4-5 സീറ്റിൽ ഞങ്ങൾ അങ്ങനെ എല്ലാ സീറ്റിലും ഈസി വാക്ക് ഓവറാണെന്ന് പറയും. 4-5 സീറ്റിൽ നല്ല മത്സരം നടക്കുന്നത്. 20 സീറ്റും ഞങ്ങൾക്കാണേ എന്ന് പറഞ്ഞു നടന്ന സതീശ് ചേട്ടന് ഇപ്പൊ 4-5 സീറ്റില് കുറച്ച് ടെൻഷൻ ഉണ്ട് ഇത്രേ. പിന്നല്ലാണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ കയ്യിൽ കാശില്ല. അശ്ലീല പോസ്റ്റർ പ്രചാരണ ആരോപണം, എന്തിനേറെ പറയുന്നു, സ്വന്തം പാർട്ടിയുടെ കൊടി പിടിച്ച് പ്രചാരണം നടത്താൻ പറ്റാത്ത അവസ്ഥയിലല്ല അവര്. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് ടെൻഷൻ കാണില്ലേ. പക്ഷെ അവിടെയെല്ലാം ഞങ്ങൾക്ക് നല്ല എഡ്ജ് ഉണ്ട്. ഞങ്ങൾക്കൊരു 4-5% വ്യത്യാസമുണ്ട്. മറ്റു സ്ഥലങ്ങളിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഞങ്ങൾ 20ൽ 20 സീറ്റ് ചെയ്യും. നിങ്ങൾ സ്വകാര്യമായിട്ട് ഏതെങ്കിലും CPM നേതാവിനോട് ചോദിക്കും, അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ പറ്റും. ഉറപ്പുള്ള ഒരു സീറ്റ്. നിങ്ങൾ ഏതെങ്കിലും BJP നേതാവിനോട്, പ്രധാനപ്പെട്ട ആളോട് ചോദിക്കും, അവർക്ക് ഉറപ്പുള്ള ഒരു സീറ്റ് പറയാൻ പറ്റും. അതന്നെ പോയി മറ്റുള്ള പാർട്ടിക്കാരോട് ചോദിക്കൂ. 4-5 സീറ്റ് ഒഴികെ ബാക്കി സീറ്റുകളിൽ ഞങ്ങളുടെ സതീശന് കോൺഫിഡൻസ് ഇല്ലേ? പിന്നെ ആ 4-5 സീറ്റ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ആയിപ്പോയതാണ്. എന്നാലും നിലപാടിന്ന് മലക്കം മറിയണ പോലെ സ്വന്തം പാർട്ടിയുടെ വിജയത്തിന്റെ കാര്യത്തിലും മലക്കം മറിഞ്ഞല്ലോ എന്റെ സതീശ് ചേട്ടാ. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് 20ൽ 20 സീറ്റും നേടി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം നേടും എന്നത്. 4-5 സീറ്റിൽ ഞങ്ങൾ അങ്ങനെ എല്ലാ സീറ്റിലും ഈസി വാക്ക് ഓവറാണെന്ന് പറയും. 4-5 സീറ്റിൽ നല്ല മത്സരം നടക്കുന്നത്. അപ്പോ 20 സീറ്റിലും 100% വിജയം പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പൊ 15 സീറ്റിൽ മാത്രമായി കോൺഫിഡൻസ്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇനി എത്ര സീറ്റിൽ കോൺഫിഡൻസ് ഉണ്ടാവും എന്തോ. നിങ്ങൾ എന്താണ് സതീശ് ചേട്ടാ ഇങ്ങനെ അണികളുടെ ആത്മവിശ്വാസം കളയണത്? ശരിയാണോ? ഇതൊന്നും പോരാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്ക് ഒരു പ്രവർത്തകൻ ആവേശം മൂത്ത് പച്ചക്കൊടി വീശിപ്പോ നൈസായി ഉപദേശിച്ച് മൂപ്പരെ കൊണ്ട് ആ കൊടി താഴ്ത്തിപ്പിച്ചില്ലേ നിങ്ങളെല്ലാരും കൂടെ? BJP-ക്കാരെ പേടിച്ചിട്ടാണോ സ്വന്തം പാർട്ടിയുടെയും ഘടകകക്ഷികളുടെയും കൊടി ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ പറയും ഞങ്ങൾക്കാരെയും പേടില്ലാന്ന്. പിന്നെ എന്തേ കൊടി ഉപയോഗിക്കാത്തതെന്ന് ചോദിച്ചാൽ അതില് ബബ്ബ. ഉപദേശം കഴിഞ്ഞതും പച്ചക്കൊടി വീശി ആ ചേട്ടൻ എങ്ങോട്ടോ പോയി മറഞ്ഞു. ഇത്രയും കാട്ടിക്കൂട്ടിയിട്ടും പിന്നെ സീറ്റുകളുടെ കാര്യത്തിൽ ആത്മവിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മനസ്സിലാവില്ലേ സതീശ് ചേട്ടാ? സതീശന്റെ നിരക്കെന്തോ പറ്റിയിരിക്കുകയാണ്. ഞാനെന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. ഈ സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവുക വളരെ പ്രധാനമാണ്. അല്ല, ഇതാരായത് മറ്റുള്ളവരെ അധിക്ഷേപിക്കണ കാര്യത്തിൽ ഇപ്പൊ നമ്മുടെ CM-ന്റെ തട്ടല്ല താണിരിക്കണത്. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ സതീശ് ചേട്ടന്റെ നിലയ്ക്ക് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ടെന്ന്. ഇങ്ങനെ എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖമല്ല. ശരിക്കും അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത്. അല്ല ഞങ്ങളുടെ ആരുടെ സമനില തെറ്റിയത്. തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലോ നിങ്ങൾ കണക്ക് പരിശോധിച്ചോ. അദ്ദേഹം ഈ സമീപകാലത്ത് തന്നെ എത്ര പ്രാവശ്യം എത്ര പേരുടെ സമനില തെറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന്. സോറി, ഞങ്ങളുടെ CM-ന് എന്തും പറയാം. ദേശീയ നേതാവ് രാഹുൽ ഗാന്ധിനെ വരെ അധിക്ഷേപിച്ചു, പിന്നെയാണോ പ്രതിപക്ഷ നേതാവ്? ഇതൊക്കെ ഞങ്ങളുടെ CM-ന്റെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതിയെന്നേ. രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല.
വ്യക്തി അധിക്ഷേപത്തിനും ആക്ഷേപങ്ങൾക്കുമെതിരെ ഘോരം സംസാരിക്കുന്ന വിപ്ലവ ചിഹ്നങ്ങളുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ എത്ര മനോഹരം. അദ്ദേഹം ഭയത്തിലാണ്, ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJPയെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർ. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ്. അതൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഒരാള് നിലതെറ്റിയെന്ന് വിളിക്കുമ്പോൾ മറുവശത്ത് പേടിത്തൊണ്ടൻ. ആഹാ, രാഷ്ട്രീയ വിഷയങ്ങൾക്ക് പകരം ഇതുപോലുള്ള വാക്കുകൾ കൊണ്ട് ഒരു പ്രത്യേക തരം രാഷ്ട്രീയ വിശകലനം നടത്തുന്ന CM-ഉം പ്രതിപക്ഷ നേതാവുമാണ് ദി റിയൽ ഹീറോസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ കണ്ട വേറൊരു വിവാദമാണ് ഫ്ലെക്സ് വിവാദം. ഫ്ലെക്സ് കെട്ടുന്നു അഴിക്കുന്നു. ഇത്തവണ കെട്ടിലൊഴിക്കലും അങ്ങ് തൃശ്ശൂരിലാണ്. ഇന്നസെന്റിന്റെ ചിത്രത്തിന്റെ പേരിലാണ് അടിപിടി. കുറച്ച് ദിവസം മുമ്പ് VS സുനിൽകുമാറിന് വേണ്ടി പാർട്ടി ഇരിങ്ങാലക്കുടയിൽ ഒരു ഫ്ലെക്സ് വെച്ചു. അതിൽ നമ്മുടെ അന്തരിച്ച മുൻ MP-യും നടനുമായിട്ടുള്ള ഇന്നസെന്റിന്റെ ചിത്രം ഉണ്ടായിരുന്നു. സ്വാഭാവികം, അവരുടെ പാർട്ടി പ്രതിനിധിയായിരുന്നല്ലോ ഇന്നസെന്റ്. പക്ഷെ അത് നമ്മുടെ ചില ജിമാർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ആ ഫ്ലെക്സിനോട് ചേർന്ന് സുരേഷ് ഗോപിജിക്ക് വേണ്ടിയും അതേ മോഡലില് ഒരു ഫ്ലെക്സ് അങ്ങോട്ട് വെച്ചു. ഇന്നസെന്റിന്റെ കുടുംബം പോലും അറിയാണ്ടാണ് സുരേഷ് ഗോപിജിയുടെ കൂടെ ഫോട്ടോ വെച്ച ആ ഫ്ലെക്സ് അവര് വെച്ചത്. സംഭവത്തിൽ LDF കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപിജി ചട്ടലംഘനം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് തോന്നിയപ്പോ ഫ്ലെക്സ് വെച്ച അതിനേക്കാൾ സ്പീഡിൽ ജിമാരത് അഴിച്ചു മാറ്റുകയും ചെയ്തു. ഇന്നസെൻ്റ് ഏട്ടൻ്റെയും സുരേഷ് ഗോപിയുടെയും നിരവധി ആരാധകരുണ്ട് നമ്മുടെ പാർട്ടിക്കകത്തും പുറത്തുമുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ്റെയും സുരേഷ് ഗോപിയുടെയും ആരാധകർ നമ്മളുടെ ആളുകളെ ഇവിടെ സമീപിക്കുകയും നമ്മളോട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോർഡ് വെക്കണം, എല്ലാ സ്ഥലത്തും ഇടതുപക്ഷമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, ഒരു നാച്ചുറലായിട്ട് എല്ലാവരും കരുതിയിട്ടുള്ളൂ. അപ്പോൾ അവർ ബോർഡുകൾ അങ്ങനെ വച്ചു. നാച്ചുറലായിട്ട് ഇടതുപക്ഷ MP-യുടെ കൂടെയുള്ള ഫോട്ടോ ചെറുതായി ഒന്ന് വെച്ചു. അത് ഇത്ര തെറ്റാണോ? ജിമാരുടെ ബുദ്ധി അപാരം തന്നെ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നും. ഈ നാട് അല്പം പെശക. ഞാനും. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് നേതാക്കന്മാരും വിഷയത്തിൽ പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല. എന്തെങ്കിലും വായിന്ന് വീണുപോയാൽ കഴിഞ്ഞില്ലേ കഥ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.